ഞാൻ പറഞ്ഞല്ലോ, എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഹ്യൂമൻ ബ്രെയിൻ, അതിന്റെ ഒരു വെയിറ്റ്, നമ്മളിപ്പോൾ ഇതിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് എത്തുന്നതിന് മുമ്പ് എല്ലാവരും റെയിൽവേ അപ്ലൈ ചെയ്തോ എന്ന് ജോയിസി ചോദിക്കുന്നുണ്ട്. നമുക്ക് അടുത്ത ബ്രേക്കിൽ ഇനി ആ കാര്യങ്ങൾ സംസാരിക്കാം. ഞാൻ അടുത്ത ഒരു ബ്രേക്ക് തരാം. അപ്പോൾ തൽക്കാലം നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാം, അല്ലെ പഠിച്ചില്ലെന്ന് തോന്നിപ്പോകും. അപ്പോൾ ഹ്യൂമൻ ബ്രെയിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 1400 ഗ്രാം ആണ്. ഇതോടൊപ്പം ഞാൻ പറയുന്ന കാര്യം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ. ഒന്നുമില്ല, നമ്മുടെ കിഡ്നിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ അതിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 150 ഗ്രാം ആണ്. എത്രയാണ്? 150. 150ന്റെ ഇരട്ടി എത്രയാണ്? 300. ഹാർട്ടിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 300 ഗ്രാം ആണ്. ഹാർട്ടിന്റെ വെയിറ്റ് 300 ഗ്രാം ആണ്, ഓർത്ത് വെക്കണം. 300ന്റെ ഇരട്ടി എത്ര? 600. 600 തൊട്ട് 700 ഗ്രാം ആണ് ലങ്സിന്റെ വെയിറ്റ് എന്ന് പറയുന്നത്. 700ന്റെ ഇരട്ടി എത്ര? 1400. 1400 ഗ്രാം ആണ് ബ്രെയിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. ദെൻ 1500, ഇതെല്ലാം അപ്രോക്സിമേറ്റ് ആണ്. 1500 ഗ്രാം ആണ് ലിവറിന്റെ വെയിറ്റ്. ഇതെല്ലാം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഈ 5-6 ക്വസ്റ്റ്യൻ ഇവിടെ നമുക്ക് കിട്ടണം. നമ്മൾ ബ്രെയിനെ പറ്റിയാണ് പഠിക്കുന്നത്, അത് മാത്രം ഇവിടെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അതുമായിട്ട് കണക്ട് ചെയ്ത് ഇതെല്ലാം പഠിച്ചോണം. 150 ഗ്രാം, 300 ഗ്രാം, 600 തൊട്ട് 700 ഗ്രാം, 1400 ഗ്രാം, 1500 ഗ്രാം. ഒന്നുകൂടെ പറയാം: കിഡ്നി, അതേപോലെ തന്നെ ഹാർട്ട്, അതേപോലെ ലങ്സ്, അതേപോലെ തന്നെ ബ്രെയിൻ, അതേപോലെ തന്നെ ലിവർ. ഇത്രയും കാര്യം ക്ലിയർ ആണല്ലോ. ഇനി നമ്മൾ അറിയേണ്ടത്, നമ്മുടെ ബോഡിയുടെ ഒരു 2% വെയിറ്റ് ആണ് ബ്രെയിൻ ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ കൂടുതൽ വെയിറ്റ് ക്യാരി ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമ്മൾ പറയാം അവർക്ക് ഹെഡ് വെയിറ്റ് കൂടുതലാണ്. ചുമ്മാ പറഞ്ഞാണ് കേട്ടോ, തമാശ. ഓക്കെ, അപ്പോൾ 2% വെയിറ്റ് എന്നുള്ളത് അങ്ങ് രജിസ്റ്റർ ചെയ്തേര്. അതിൽ കൂടുതൽ വെയിറ്റ് ആരും കൊണ്ടുവന്ന് കൊണ്ടുപോയി ക്യാരി ചെയ്തുകൊണ്ട് നടക്കാൻ ശ്രമിക്കണ്ട. ഇനി ഇതൊരു പരീക്ഷാ ക്വസ്റ്റ്യൻ ആണ്, സ്കാൽപ്പിന്റെ ലെയർ. അത് പരീക്ഷയിൽ ചോദിച്ച് താഴെ പറയുന്നതിൽ ഏതാണ് സ്കാൽപ്പിന്റെ ലെയർ അല്ലാത്തത് എന്നുള്ളതാണ്. അതിനകത്ത് ഒരു ന്യൂമോണിക്സ് അതിനകത്ത് തന്നെ ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. സ്കാൽപ്പ് എന്നുള്ളതാണ് ആ ന്യൂമോണിക്സ്. എസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കിന്നാണ്. സി എന്ന് വെച്ച് കഴിഞ്ഞാൽ കണക്റ്റീവ് ടിഷ്യൂ ആണ്. എ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോന്യൂറോസിസ് ആണ്. ദെൻ എൽ മീൻസ് ലൂസ് ഏരിയുലാർ ടിഷ്യൂ ആണ്. ടി മീൻസ് പെരിക്രേനിയം ആണ്. ഇതിനകത്ത് വേറെ കാര്യങ്ങളൊന്നുമില്ല. ഔട്ട്സൈഡ് കാണപ്പെടുന്ന സ്കിന്ന്. അത് കഴിഞ്ഞാൽ ഇതിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ടിഷ്യൂ നിൽക്കുന്നുണ്ട്, അതിനെ കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുന്നു. അതും ഒരു എപ്പിത്തീലിയൽ ടിഷ്യൂ തന്നെയാണ്. അത് കഴിഞ്ഞതിന് ശേഷം അപ്പോന്യൂറോസിസ് എന്ന് പറയുന്ന, അതായത് ഇതിലേക്ക് ന്യൂറോൺസിന്റെ കണക്ഷൻ വരുന്ന ഫാറ്റിന്റെ ഒരു ലെയർ നിലനിൽക്കുന്നുണ്ട്. അതാണ് അപ്പോന്യൂറോസിസ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ലൂസായിട്ടുള്ള സെല്ലുകൾ ഇളകി കിടപ്പുണ്ട്, അതാണ് ലൂസ് ഏരിയലാർ ടിഷ്യൂ. അങ്ങനെ നമ്മൾ ബ്രെയിന്റെ തൊട്ട് മുകളിലുള്ള കവറിങ്ങിൽ എത്തിച്ചേരുന്നു, അതാണ് പെരിക്രേനിയം എന്ന് പറയുന്നത്. ക്രേനിയത്തിന്റെ തൊട്ട് മുകളിലുള്ള കവറിങ്. വെയിറ്റ് ഒന്നുകൂടെ പറയാവുന്നതാണോ? വെയിറ്റ് ഇത്രയേ ഉള്ളൂ. നേരത്തെ പറഞ്ഞത് 150 ഗ്രാം ആണ് കിഡ്നിയുടെ വെയിറ്റ്, 300 ഗ്രാം ആണ് ഹാർട്ടിന്റെ വെയിറ്റ്, 600 തൊട്ട് 700, അതിന്റെ ഇരട്ടിയായിട്ട് വരുന്ന 600 തൊട്ട് 700 ഗ്രാം ആണ് ലങ്സിന്റെ വെയിറ്റ്. അതിന്റെ ഇരട്ടിയാണ് ബ്രെയിന്റെ വെയിറ്റ്. ബ്രെയിന്റെ വെയിറ്റ് എന്ന് പറയുമ്പോൾ 1400 ഗ്രാം ആണെന്ന് ഓർക്കണം. 1400 കഴിഞ്ഞ് 1500 ഗ്രാം ആണ് ഏകദേശം ലിവറിന്റെ വെയിറ്റ്. ഇത്രയും വെച്ച് നമുക്ക് എല്ലാ കാര്യങ്ങളും ഓർക്കാൻ കഴിയണം. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ ആണ് ഞാൻ പറഞ്ഞത്, താഴെ പറയുന്നതിൽ ഏതാണ് സ്കാൽപ്പിന്റെ